ഹലോ, ഇത് നമ്മളെ ഇഷ്ടത്തിന് എംബ്രോയ്ഡറി ചെയ്യണ സിംഗർ മെഷീൻ്റെ SC9185 എന്ന മെഷീൻ്റെ പ്രൊമോ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1ഉം 2ഉം 3ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യമുള്ളവർ പോയി കാണാം. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഇത് ലാസ്റ്റ് പാർട്ടായിരുന്നു. അപ്പോൾ ഈ എംബ്രോയ്ഡറി ഈ പാർട്ടിലാണ് കാണിക്കുന്നത്. എംബ്രോയ്ഡറി ഫിക്സഡാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക് അത് എംബ്രോയ്ഡറി മാറും. ഇവിടെ ഒരു ക്ലിപ്പുണ്ട്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇതാണ് സെൻസർ, അതിൻ്റെ സെൻസർ. ഇത് കറക്റ്റ് ഫിറ്റിംഗ് അല്ലെങ്കിൽ എംബ്രോയ്ഡറി വരില്ല. ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചു. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എംബ്രോയ്ഡറി ചെയ്യുന്നു. സാധാരണ നമ്മളത് ഫൂട്ട് മാറ്റണം. എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ആ ഫൂട്ട് ഇതവിടെ ഉണ്ട്. ഇതാണ് എംബ്രോയ്ഡറി ഫൂട്ട്. ഇത് ഫിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ കഴിയുള്ളൂ. എങ്ങനെ ഫിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഇതില്ലേ, ഇത് ഇതിൻ്റെ മേലേക്ക് വരണം. അത് കഴിഞ്ഞിട്ടും മാനുവലും നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ നന്നായി ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൂസായി വരും. കഴിക്കുമ്പോൾ എങ്ങനെയാണ് സംഭവം ഫ്രെയിം കഴിക്കുമ്പോൾ നമ്മൾ ഫ്രെയിം സൈസ് ഇതാണ്. 170-100 എൻ്റെ ഫ്രെയിം സൈസ്. മാർക്കറ്റ് പോയിന്റില്ല, ഇത് രണ്ടും ഒരേ ഭാഗത്തായിരിക്കും നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ. ഇത് സാധാ ഹൂപ്പൂരണ പോലെ തന്നെ അല്ലേ? സാധാ നിങ്ങളുടെ മറ്റേ റൗണ്ട് ഫ്രെയിം നൈസ് നമ്മൾ മാർക്ക് നോക്കണം. ഈ പോയിന്റാണ് നോക്കേണ്ടത്. ഈ ഇതുണ്ട് ലൈനർ, അത് ഇതിനകത്ത് പോകും. ഇങ്ങനെ പിടിച്ച് തള്ളരുത്, ഇവിടെ വേണം പിടിക്കാൻ. ഇതിങ്ങനെ പിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വിടുമ്പോൾ അത് ലോക്കാവും, ആ സൗണ്ട് വരും. റിലീസ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്ത് പിടിക്കുക, ഇങ്ങനെ വലിച്ചെടുക്കുക. സെലക്റ്റായി ഡിസൈൻ സെലക്ട് ചെയ്തു. അത് ഈ സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന് നമുക്ക് ഇങ്ങോട്ട് വേണമെങ്കിൽ ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്നുകൂടെ ഫസ്റ്റ് നമ്മൾ ഇതിൽ നിന്നാണ് ഡിസൈൻസ് എടുക്കണം. നിങ്ങൾ ഈ പറഞ്ഞ ഡിസൈനാണ് എടുത്തത്. മതിയോ? എടുത്തു. നമ്മളതിൽ മിറർ ഫ്രെയിമിലേക്ക് കൊണ്ടുവരിക. ഗ്രാഫായി നമുക്ക് ഇതിൽ നിന്ന് വേണം നമ്മൾ എഡിറ്റ് ചെയ്യാനല്ല. എന്ത് വേണമെങ്കിൽ നമുക്കിതിനെ ചെറുതാക്കുകയാണെങ്കിൽ ചെറുതാക്കാം. രണ്ട് സൈഡ് മാറ്റാം. ഇതിനെ ചെറുതാക്കണമെങ്കിൽ ഇത് വലുതാവാണ് ചെറുതാക്കാം. എന്നിട്ട് മേലെന്ന് വേണമെന്നുണ്ടെങ്കിൽ മേലെന്ന് കൊണ്ടുവരാം. ഈ ഫ്രെയിമിൻ്റെ വെളിയിൽ പോകരുത്. അപ്പോൾ നമുക്ക് ഇതിൽ എറർ കാണിക്കും. ആഡ് ആയിട്ടില്ല. ഫിക്സ് ചെയ്യണമെന്നുണ്ട് നമ്മൾ ആ സൈഡിലേക്ക് കൊണ്ടുവരാം. കൊണ്ടുവേണമെങ്കിൽ കൊണ്ടുവരാം. മേലേക്ക് വേണമെങ്കിൽ മേലെ ആക്കാം. സെൻറ്റർ ഇപ്പം നോർമൽ വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കാം. നീക്കണമെങ്കിൽ എങ്ങനെ നീക്കണം? അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്താൽ മതി. ഇതൊക്കെ
ഇത് നമ്മൾ അതിനത് അഡ്ജസ്റ്റ് ചെയ്യൽ തന്നെയാണ്, ആ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യില്ല. അതിനായിട്ട് റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രെയിം 1 2 3 കളർ, 3 കളർ കാണിക്കും. ഒരു കളറിൽ 1708 സ്റ്റിച്ച്, പിന്നെ 3726, പിന്നെ 110, പിന്നെ 300. അങ്ങനെ ഓരോരോ ടൈമല്ല, നമുക്ക് സ്റ്റിച്ച് ഇത്ര സ്റ്റിച്ച് കുത്തിയിടുന്നതാണ് ആ കാണിക്കുന്നത്. ചെയ്ത് വേറെ നൂലിട്ട് അല്ല ഓല് പറഞ്ഞാ അതിൽ കാണിച്ചു. ഈ ഓരോ ഈ ഇത്ര സ്റ്റിച്ച് കഴിയുമ്പോൾ അടുത്ത ഫുൾ സ്റ്റോപ്പ് ആവും. ഒന്നും ടച്ച് ചെയ്യണ്ട, അതിൽ നൂല് മാറ്റിട്ട് കൊടുക്കണം. കളർ ചേഞ്ച് അവിടെ കാണിച്ചു. ഇപ്പോൾ കുറച്ച് തണ്ട് മാത്രമാണ്, അതിന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ആ എംബ്ലം തുന്നി കൊടുത്താൽ പോലെ അങ്ങനെ ചെയ്താൽ പോലെ. നിങ്ങളെ ഐഡിയ എങ്ങനെയാ വെച്ചാൽ അതുപോലെ ചെയ്യാൻ. ആ എംബ്ലം ഇപ്പം ഞാൻ ഏതെടുത്തേക്ക് ആക്കാൻ പറ്റൂലല്ലോ. അല്ല, എംബ്ലം ആക്കാൻ പറ്റാതല്ല, എംബ്ലം ചെയ്യാൻ പറ്റുക. നമ്മൾ ഡിസ്പ്ലേ മെനു വന്നു, ETT. നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻ സേവ് ചെയ്താണെങ്കിൽ ഇതിലുണ്ടാവും. ഈ മെമ്മറി കാർഡ് പോലൊരു ചിത്രത്തിൽ സേവ് ചെയ്യുന്നെങ്കിൽ അതിലുണ്ടാവും, അല്ലെങ്കിൽ TT. അല്ല അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അടുത്തേൽ ചെയ്താൽ പോരാ ഓടാ പറഞ്ഞ ലെറ്ററൊക്കെ. ചെയ്താണ്. ഇതിപ്പോൾ നമ്മൾ സാധാ മെനു TT അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലെറ്റേഴ്സ് വരും. നമ്മൾ ഏത് ലെറ്ററാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യാം. ABCD അടിച്ചാൽ മതി. ലെറ്റർ വന്നു, സേവ് ചെയ്ത് ഈ ഗ്രാഫിലേക്ക് ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു. ഇത് വന്നാൽ നമ്മൾ ലെറ്റർ തിരിക്കാനുള്ളതാണ്. നമ്മൾ റാ പോലെ എങ്ങനെ വേണമെന്നുള്ള നമുക്ക് ചെയ്യാം. ഓപ്പോസിറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ്, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ലെറ്റർ സെലക്ട് ചെയ്യാം. നോർമൽ നമുക്കിത് സ്ക്വയറായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ഏത് സ്റ്റൈലിൽ വേണം. ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അടിക്കണമെങ്കിൽ അത്, അല്ലെങ്കിൽ സെൻറ്റർ ഇങ്ങനെ തിരിച്ച് ഓപ്പോസിറ്റ് ഇവിടുന്ന് മേലേക്കാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് തിരിക്കാം, ഏത് സൈഡ് വേണമെങ്കിൽ തിരിക്കാം. ഇപ്പോൾ ഒരു ഡിസൈൻ എടുത്താൽ അതിനെ സൈഡാക്കുക. ഇല്ല, ഇങ്ങനെ വലിയ വയൽ പോയാൽ അങ്ങനെ സെൻഡ് ചെയ്യാൻ ഇതാണ്, അത് വന്നില്ല. റൗണ്ടല്ലേ ഉദ്ദേശിച്ചത്. അതിലാണ് നമ്മൾ ഇറ പോലെ ആക്കാനല്ലേ. അങ്ങനെ മേലെ കൊടുത്തു.
പെൻഡ്രൈവ് ഇല്ല. കളർ കാണാൻ കൊടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു. ഇവരിതിൻ്റെ പ്രമോ ഇത്രേ കാണിച്ചിട്ടുള്ളൂ. ഇനി ഇതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പെൻ ഡ്രൈവ് കുത്തലും നമ്മളെ ഫോണ് കണക്ട് ചെയ്യലൊക്കെ. അപ്പോൾ അതിന് ഒരാഴ്ച നമ്മൾ ഇത് ശരിയായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അന്ന് നമുക്ക് പുതിയ വീഡിയോ കാണാം. ഈ മെഷീൻ്റെ പുതിയ വീഡിയോ കാണാം. പുതിയ മെഷീൻ ഉപയോഗിക്കണം ഞങ്ങൾക്ക് കൂടി ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പിന്നെ കാണാം.